ശബ്ദങ്ങളിലൂടെ ഓണയർ പോകുന്ന ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടിയാണ് ഇന്ന് ഗസ്റ്റായിട്ട് എത്താൻ പോകുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. ശരിക്കും ഈ ഓണയർ ജോലി ഒരു ശകലം കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ലീവ് എടുത്തിട്ട് ബിഗ് ബോസിലൂടെ ഇപ്പൊ ഓണയറിലാണ്. അങ്ങനെ വേണം പറയാൻ. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. അപ്പൊ എന്തായാലും നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ബിൻസി മോൾ. ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. വന്നത് കാറിലാണ്. നമ്മൾ പ്രതീക്ഷിച്ച ചാച്ചന്റെ ഓട്ടോയിലാണ്. ആരംഭത്തിൽ അപമാനം. ചാച്ചൻ സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ചാച്ചനെ ഇപ്പൊ എയറിലെ കൂടെയാണ് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഇതിലൊക്കെ ചാച്ചനൊക്കെ അത്യാവശ്യം നല്ല വില കാണും മേ ബി. പിന്നെ അല്ലേ? പിന്നെ നീ എന്നെ ആക്കല്ലോ. എങ്ങട് ഇപ്പൊ ഓട്ടം കൂടുതൽ കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡായി ചാച്ചൻ എന്ന് പറയുന്നത്. അപ്പൊ കുഴപ്പമില്ല. നമ്മള് എവിക്റ്റായി ഇറങ്ങിക്കഴിഞ്ഞ സമയത്തുണ്ടല്ലോ ചാച്ചന് ഭയങ്കര ഫാൻസ് ആയിരുന്നു. അപ്പൊ എല്ലാവരും വന്നിട്ട് ചാച്ചന്റെ ഓട്ടോ അല്ലേ, ചാച്ചനല്ലേ എന്നൊക്കെ ചോദിക്കുവായിരുന്നു. അയ്യോ, അത് വലിയ അത്ഭുതമാണല്ലോ. അമ്മച്ചിമാര് വരെ വന്നിട്ട് ചാച്ചാന്ന് വിളിക്കുക. അതുമ്പോ ചാച്ചന് ഭയങ്കര സന്തോഷമാണ്. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടരുത്. പിള്ളേർ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ ചാച്ചന്റെ ഓട്ടോ അവിടെ മതി, ഏറിക്കൂടെ പോണ ഓട്ടോ അല്ലേ ഇത്. ചാച്ചന് നല്ല ഓട്ടം കിട്ടുന്നുണ്ട്. ചാച്ചൻ ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ഓടിക്കും പോലെയാണ്. ഒരു ഫീൽ ഉണ്ട് ശരിക്കും പറഞ്ഞു. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 3-4 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറയുന്നത് 100 ദിവസത്തേക്കുള്ള ഉടുപ്പ് വേണം എന്ന്. അപ്പൊ ഞാൻ പെട്ടു. അപ്പൊ മനസ്സിൽ വിചാരിച്ചു 100 ദിവസം ഉണ്ടെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. കാരണം എന്താന്ന് വെച്ചാൽ ബിൻസി 100 ദിവസത്തെ കോസ്റ്റ്യൂമെല്ലാം വെച്ചിട്ട് പോയിട്ട് 2 ആഴ്ച. ബിൻസിയുടെ വിലയിരുത്തല് ബിൻസി 2 ആഴ്ച ആണോ ശരിക്കും? അയ്യോ അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമായിരുന്നു. കോമഡി പറഞ്ഞ ചിരിപ്പിക്കല്ലേ, എന്റെ വയറ്റിൽ നീര് വീഴും. 70 ഞാൻ പ്രതീക്ഷിച്ചു. ആണല്ലേ? എനിക്ക് 100 ദിവസം തികയ്ക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിരിച്ചു വരുമ്പോ ഞാൻ ലോസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്തായിരിക്കും അവിടെ സംഭവിച്ച? PR ആണോ? തീർച്ചയായിട്ടും PR-ന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവിടെ വന്നിട്ടുള്ള ഇപ്പൊ അനുവിന്റെ PR ആണല്ലോ എല്ലാരും ഭയങ്കര എക്സ്പോസ് ചെയ്യുന്നത്. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ശരിക്കും അവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാണിക്കേണ്ട മെയിൻ ഒരു സംഭവം ദേശീയം വെച്ചിട്ടാണോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ? എങ്ങനെയാണ് ചൊറി? എന്റെ മച്ചാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പം കരഞ്ഞ് മെഴുകി അവിടെ നിൽക്കാൻ പറ്റും. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.